സിറിയയിൽ അസദിൻ്റെ സർക്കാർ വീണല്ലോ. അപ്പോൾ അത് ഒരുപാട് തിയറികൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒന്ന് ഇസ്രയേലും അമേരിക്കയും നടത്തിയ ഓപ്പറേഷനാണെന്ന് പറയുന്നു. ഇപ്പോൾ പുതിയൊരു തിയറി വരുന്നത് ഹമാസിൻ്റെ ഈ മയക്കുമരുന്ന് ബന്ധമുണ്ടല്ലോ, അതുമൊക്കെയായി കണക്റ്റഡ് ആണ് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അപ്പോഴും അമേരിക്കയും ഇസ്രയേലും അതുമായിട്ട് ബന്ധപ്പെടുക. എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപ്റ്റഗൻ എന്ന് പറഞ്ഞ ഡ്രഗ് അത് ലോകത്ത് നിരോധിച്ചിട്ടുള്ളതാണ് പല രാജ്യങ്ങളും. ഇപ്പോൾ ആ ക്യാപ്റ്റഗൻ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത് ഏക രാജ്യം സിറിയയിലാണ്. സിറിയയിൽ നിന്ന് ആകെ കയറ്റുമതി ചെയ്യുന്ന ചരക്ക് ക്യാപ്റ്റഗൻ ആണ്. അത് മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ, പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന മേഖലകളിലൊക്കെ ഈ ക്യാപ്റ്റഗൻ സിറിയയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ ഒക്ടോബർ 7 ഇസ്രയേലിനെ ആക്രമിച്ച സകല ഹമാസ് ഭീകരന്മാരും ക്യാപ്റ്റഗൻ കഴിച്ചിരുന്നു. കാരണം കിട്ടിയ ആളുകളുടെയൊക്കെ ശരീരത്തിൽ ക്യാപ്റ്റഗൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നേ കണ്ടെത്തിയിരുന്നതാണ്. ഇപ്പോൾ ഈ ഹയത്ത് തഹരീർ അൽ ഷാം കഴിഞ്ഞ ദിവസം ഈ സിറിയ പിടിച്ച ശേഷം നടത്തിയ റെയ്ഡുകളിൽ പട്ടാള താവളങ്ങളിലൊക്കെ ഈ ക്യാപ്റ്റഗൻ സ്റ്റോക്ക് ചെയ്തതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. വിതരണ കേന്ദ്രങ്ങൾ, സംഭരണ കേന്ദ്രങ്ങളുണ്ടല്ലോ, ആയുധ സംഭരണ കേന്ദ്രങ്ങളിലൊക്കെ ക്യാപ്റ്റഗൻ പെട്ടികൾ ധാരാളം കാണുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് വസ്തുക്കൾ എന്ന് പറഞ്ഞ പേരിൽ കയറ്റി അയക്കാനായിട്ട് വെച്ചിരുന്ന പാക്ക് ചെയ്തിരിക്കുന്ന കുറേ സംഗതികൾ ഒരു ക്വാറിയിൽ കണ്ടു. അതിൻ്റെ അകത്തും ക്യാപ്റ്റഗനാണ്. അപ്പോൾ ഈ ചരക്കുകളൊക്കെ വരുന്നത് മെഹർ അൽ അസദിൻ്റെ ഫാക്ടറിയിൽ നിന്നാണ്. മെഹർ അൽ ആസാദ് ഇപ്പം പലായനം ചെയ്ത, റഷ്യയിലേക്ക് പലായനം ചെയ്ത പ്രസിഡന്റ് അസദിൻ്റെ സഹോദരനാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട കച്ചവടമായിരുന്നു ഈ ക്യാപ്റ്റഗൻ വിൽക്കുന്നത്. ഇത് പറയുമ്പോൾ ഇത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ക്യാപ്റ്റഗൻ്റെ വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഈ ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ 1ാം വാർഷികം വന്നപ്പോൾ ഹമാസിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് സ്റ്റോറികളൊക്കെ വിദേശ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഹമാസ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇതിലൂടെ ആർജിച്ച സമ്പത്ത്, മയക്കുമരുന്ന്, ക്യാപ്റ്റഗൻ്റെ കച്ചവടത്തിലൂടെ വലിയ തോതിലുള്ള പണം, നമ്മൾ പറയുന്ന പോലെ ഇറാൻ്റെ കാശ് കൊണ്ടൊന്നുമല്ല, അതുണ്ട്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം മയക്കുമരുന്ന് കച്ചവടമാണ്. ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി അത് കാർട്ടലുകളാണല്ലോ ചെയ്യുന്നത്. ആ കാർട്ടലുകളുമായിട്ട് ഹമാസിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഈ LTT ആയാലും കൊള്ളാം, മാവോയിസ്റ്റുകളായാലും കൊള്ളാം, എല്ലാം ഈ മയക്കുമരുന്ന് കച്ചവടം ഭീകര സംഘടനകളൊക്കെ ലോകത്ത് മയക്കുമരുന്ന് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം. ചെറിയ ക്വാണ്ടിറ്റി മതി, ചെറിയ ക്വാണ്ടിറ്റിയിൽ വലിയ തുക കിട്ടും. അതെ, അത് അയക്കുന്ന റിസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കിലോ സ്വർണം കടത്തിനേക്കാളും പണം ഉണ്ടാക്കാം 10 ഗ്രാം നിരോധിക്കപ്പെട്ട മയക്കുമരുന്ന് അയച്ചാൽ. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡ്രോണിൽ അയക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രോൺ പിടിച്ചതുമൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ ഇത് പണ്ട് ഇത് മരുന്നായിട്ട് ക്യാപ്റ്റഗൻ ഉപയോഗിച്ചിരുന്നതാണ്. നമ്മുടെ നാട്ടിൽ കറുപ്പ് പണ്ട് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നല്ലോ. കറുപ്പ് ലേലം ചെയ്ത് കുത്തക തിരുവിതാംകൂറിലൊക്കെ ഉണ്ടായിരുന്നു. ഈ അനസ്തേഷ്യ വരുന്നതിന് മുമ്പ് ബോധം കെടുത്താനൊക്കെ കറുപ്പ് ഉപയോഗിച്ചിരുന്നു. അതെ, ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ഡെക്സാഫിറ്റമിൻ പോലെ ഉള്ളൊരു മരുന്ന് ആയിരുന്നു ഇത്. ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD എന്ന് പറഞ്ഞാൽ ആലസ്യം, വിഷാദം ഒക്കെ ഉണ്ടാവില്ലേ ഇവർക്ക്. പെട്ടെന്നൊരു ഹർഷോന്മാദം ഉണ്ടാകാൻ വേണ്ടി ഈ ഗുളിക തിന്നാൽ മതി, ക്യാപ്റ്റഗൻ തിന്നാൽ മതി. അപ്പോൾ ഈ ഡിസോർഡർ ഉള്ളവർ, അതുപോലെ തന്നെ ഈ നെക്രോഫീലിയ എന്നൊക്കെ പറയുന്ന അസുഖങ്ങളോ ഒക്കെയുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാം. 1960കളിൽ ഇത് സ്റ്റിമുലൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു, ഉൽപ്പാദിപ്പിച്ചിട്ട്. പ്രത്യേകിച്ച് ജർമ്മനി ആയിരുന്നു അന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം. പിന്നെ ജർമ്മനിയൊക്കെ മാറി, ഇപ്പോൾ സിറിയയിലല്ലേ ഉള്ളൂ. ആംഫിറ്റമിൻ എന്ന് പറഞ്ഞിട്ട് അന്നൊരു ഡ്രഗ് ഉണ്ട്. ആംഫിറ്റമിൻ ഡ്രഗ് ഇതുപോലെ നമുക്ക് സ്റ്റിമുലേഷന് പറ്റിയ സാധനമാണ്.
മെത്താംഫെറ്റമിൻ. ഇപ്പൊ മെത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലർ, ആൻഡമാൻ അടുത്തൊക്കെ പിടിച്ചില്ല, സിനിമക്കാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അത് തന്നെ സംഭവം. മെത്താംഫെറ്റമിൻ എന്നിവയ്ക്കൊക്കെ പകരം മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ഇത്. നാർക്കോലെപ്സി, സ്ലീപ്പിംഗ് ഡിസോർഡർ, അതിന് ഇത് ഈ ഗുളിക തിന്നിരുന്നു, നാർക്കോലെപ്സി. പിന്നെ ഫെനത്തലീൻ, അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ചിലവ് കുറവുമാണ്, വില കൂടുതലാണ്, ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ഉണ്ടാക്കി തുടങ്ങിയാൽ പല പ്രോസസ്സുകളിൽ കൂടി കടന്നു പോകേണ്ടതില്ല. തലച്ചോറിൽ ഈ നമുക്ക് ഹർഷോന്മാദമൊക്കെ ഉണ്ടാക്കുന്ന ഡോപ്പമിൻ സന്തോഷം ഉണ്ടാക്കുന്ന ഹാപ്പിനെസ് ഇൻസുലിനാണ്. അതെ, ഹാപ്പിനെസ് ഇൻസുലിൻ അല്ല, ഹോർമോണാണ്. സാരില്ല. അപ്പോൾ ഡോപ്പമിൻ കൂട്ടും, അപ്പോൾ നമുക്ക് സുഖം തോന്നും, സ്റ്റാമിനയൊക്കെ ഉണ്ടെന്ന് തോന്നും. പിന്നെ ഒരു കാര്യത്തിൽ തന്നെ ഈ കോൺസെൻട്രേഷൻ, അതാണ് ഈ ഇസ്രയേലിലെ കാര്യം മുഴുവൻ ഇപ്പം ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുമ്പോൾ ഇത് കഴിച്ചിട്ട് ഒക്ടോബർ 7 വിട്ടേക്കുക അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇത് കണ്ടുപിടിച്ചിരുന്നു, ഇത് കഴിക്കുന്നവർക്ക് ഒരു തരം ലോ ലെവൽ ഓഫ് സൈക്കോസിസ്, ഭ്രാന്ത് പോലെ വരുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിരുന്നു. സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ട്. ഈ കുരങ്ങൻ കള്ള് കുടിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ഒന്നാമതും മതഭ്രാന്തുണ്ട്, അക്കൂട്ടത്തിൽ മയക്കുമരുന്നിൻ്റെ ഭ്രാന്തും കൂടെ വരുമ്പോൾ അതെ ഇരട്ടി ഊർജ്ജമാണ്. അതാണ് സംഭവം. അപ്പോൾ അത് സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരും എന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത് നിരോധിക്കാനൊക്കെ പോയത്. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ, അവിടെയൊക്കെ ഇത് ധാരാളം വിറ്റിരുന്നു ഉണ്ടായിരുന്ന കാലത്ത്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂറോപ്പിൽ മരുന്ന് കടകളിൽ കിട്ടുമായിരുന്നു. പിന്നെ അത് മാറി പ്രിസ്ക്രിപ്ഷൻ വേണം എന്ന് യൂറോപ്പിൽ നിയമമൊക്കെ വന്നു. 1980കളിൽ അമേരിക്കയിൽ ഇതിന് വലിയ നിയന്ത്രണം വന്നു, ഈ ഡ്രഗിന്. പിന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉറക്കമില്ലായ്മയ്ക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു അടുത്ത കാലം വരെ. 2009 ഇത് മരുന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ആഗോളമായിട്ട് തീരുമാനിച്ചിട്ട് നിർമ്മാണം നിർത്തി. മരുന്നിന് വേണ്ടി ഉണ്ടാക്കരുത് പറഞ്ഞാൽ ഉണ്ടാക്കരുതെന്ന് തന്നെയാണ്. അതെ, മരുന്നിന് വേണ്ടി അല്ലാതെ ഉണ്ടാക്കുന്നത് ഡ്രഗ്സ് ആയിട്ട്, മയക്കുമരുന്നായിട്ടാണ്. അപ്പൊ 2009 അവസ്ഥയിൽ ഇത് വന്നു, അതിന് നിരോധനം വന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇല്ലീഗലാണ്, അതെ, അനധികൃതം, നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണമാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്നത് കെമിക്കൽ കറേജ് എന്നാണ് എന്ന് പറയുന്നുണ്ട്. ഈ രാസവസ്തു കൊണ്ടുണ്ടാകുന്ന ധൈര്യം. ഇതാണ് മിഡിൽ ഈസ്റ്റിലെ പല സൈനികർക്കും ഇപ്പോൾ ഉള്ളത്. ധൈര്യം കുറച്ച് കഴിയുമ്പോൾ ചോർന്നു പോകും, പെട്ടെന്ന് ചോർന്നു പോകും. അത് മറ്റേ ഇസ്രയേലിൻ്റെ ബോംബ് വരുമ്പോൾ തന്നെ മൊത്തം ഇല്ലാതാവുമല്ലോ. ഹമാസ് ഭടന്മാരുടെ ശരീരത്തിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ കരിഞ്ചന്തയിൽ ഇപ്പോൾ ഇത് വിൽപ്പനയും ഉണ്ട്. കാരണം ഇത് കഴിച്ചു തുടങ്ങുന്നവർക്ക് ഇതില്ലാതെ പറ്റില്ലല്ലോ. അല്ല, ഈ തീവ്രവാദ സംഘടനകളെല്ലാം അവരുടെ ഈ സേനകൾക്ക് ഇത് കൊടുക്കും. അവരെ ഒരുതരം ഉന്മാദാവസ്ഥയിലാക്കിയാൽ മാത്രമേ അതിൻ്റെ നേതാക്കന്മാർക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വേദന അറിയത്തില്ല, ഇത് ചെയ്താൽ മാത്രമേ ഇനി ഇത് തരുള്ളൂ. അതെ, അഡിക്ഷൻ. രണ്ടാമത് ശരീരത്തിൽ മുറിവും ഒക്കെ പറ്റിയാൽ വേദന അറിയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മെഷീൻ പോലെയായി യാന്ത്രികമായി അപസ്മാരബാധിതരെ പോലെ ഇവരെ വിട്ടയക്കുകയാണ്. അപ്പോൾ സിറിയ ഇത് ഉൽപ്പാദനം വഴി, ഇത് മാത്രം കയറ്റി ചെയ്ത് ഇൻകം ഉണ്ടാക്കുന്നത് വഴി ഒരു നാർക്കോ സ്റ്റേറ്റ് ആയി മാറിയിരുന്നു. പിന്നെ കുറച്ച് ഉൽപ്പാദനം ഇവരുടെയൊക്കെ ലെബനനിൽ ഹിസ്ബുല്ലയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലെബനനിലും സിറിയയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൽപ്പാദനവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാർക്കോ സ്റ്റേറ്റിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ അത് മാത്രമായിരിക്കും. അത് മാത്രമല്ല, സിറിയ വീഴുമ്പോൾ ഒരുപാട് നേട്ടങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ. അതെ, അപ്പോൾ അത് ഒരു മൾട്ടിപർപ്പസ് എന്നൊക്കെ പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണല്ലോ. ഇതൊരു പുതിയ ആംഗിളാണ്. സിറിയയാണ് ആഗോള ഡ്രഗ് മാഫിയയുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങളിലൊന്നും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നിരോധിത വസ്തുവാണിത്. ഇത് ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. അതൊരു രാജ്യം തന്നെ ഉണ്ടാക്കുന്നു, രാജ്യം തന്നെ ഉണ്ടാക്കുന്നു, അവിടുത്തെ പ്രസിഡന്റ് കുടുംബം ഉണ്ടാക്കുന്നു. അതെ, അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതല്ല. ഈ സിറിയ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത്
വിശുദ്ധ ബൈബിളിലൊക്കെ വലിയ തോതിൽ വാഴ്ത്തപ്പെടുന്ന ഒരു വിശുദ്ധ ഭൂമികയാണ് അല്ലേ? അതെ. അവിടെ ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.